ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഒരു പുതിയ വിഭവമാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മളൊരു ചൈനീസ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രൂട്ടോമാൻ്റെ എഗ് നൂഡിൽസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പ്ലെയിൻ നൂഡിൽസ് കിട്ടില്ലേ, അതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് 66 രൂപ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അമേരിക്കൻ ചോപ്സി എന്ന് പറഞ്ഞ ഒരൈറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഖനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൈനീസ് ഐറ്റംസിൻ്റെ ഒക്കെ അരിയെന്ന് അറിയാമല്ലോ, അതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ബീൻസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം. ഇതിലേക്ക് ഞാൻ ബീൻസ് ചേർക്കുന്നില്ല ഇപ്പം. അപ്പോൾ ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വേണം ഇതിലേക്ക്. എന്നിട്ട് ചേർക്കുന്ന സമയത്ത് അത് കാണിച്ചു തരാം. പിന്നെ നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ നൂഡിൽസിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയല്ല നമ്മൾ ചെയ്യണത്, നമ്മളത് ചൂടുവെള്ളത്തിലേക്ക് എടുക്കണം. അതായത് ഒന്ന് മയം വരുത്തണം. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നൂഡിൽസിൽ പിടിക്കാൻ ആവശ്യമുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നൂഡിൽസ് എന്ന് പറയുന്ന സാധനം നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഒരു കുഴഞ്ഞു വരില്ലേ, അപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതില്ലാണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ നൂഡിൽസിനെ നീളത്തിലുള്ളതായിരുന്നു, അത് നമ്മൾ രണ്ടായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ നൂഡിൽസൊക്കെ ഞാൻ വെള്ളത്തിലേക്ക് ഒന്ന് താത്തി കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് പാകമായെന്നുള്ളത് നമുക്കിങ്ങനെ ദേ കണ്ടോ, ഫോർക്കിലിട്ടിട്ട് ഇങ്ങനെ കുത്തി പൊക്കിയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അതേ നൂല് പോലെ വിടർന്നു തന്നെ കണ്ടോ. ഇതാണ് നമ്മുടെ നൂഡിൽസിൻ്റെ പാകം. അപ്പോൾ നമുക്ക് ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ട്രെയിൻ ചെയ്യാനായിട്ട് ഒരു കൊട്ടയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ സ്ട്രെയിൻ ചെയ്യാനായിട്ട് കൊട്ടയിലേക്ക് ഇട്ട് കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ നമുക്ക് നല്ലപോലെ പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കാരണം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കയ്യോടെ പച്ചവെള്ളത്തിലിടുന്നത്. ഞാൻ പാലട ഉണ്ടാക്കിയപ്പോൾ ചെയ്തില്ലേ, അതേ ഒരു മെത്തേഡ് തന്നെ ഇതും. അപ്പോൾ നമ്മൾ പാലട ഉണ്ടാക്കി, ഇപ്പോൾ പാലടയ്ക്കുള്ള അട ഉണ്ടാക്കിയിട്ട് തിളച്ചവെള്ളത്തിൽ നിന്ന് എടുത്ത് നേരെ പച്ചവെള്ളത്തിലേക്ക് ഇട്ടു എന്ന പോലെ ഇതും ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളിത് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു തരി പോലും ചൂടില്ലാത്ത രീതിയിൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് ഇതിനെ റെഡിയാക്കിയിട്ട് വേണം നമ്മുടെ കൊട്ടയിലേക്ക് വയ്ക്കുന്ന സമയത്ത് ചെയ്യാൻ. കൊട്ടയിൽ വെച്ചതിന് ശേഷം നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഇതിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ അമേരിക്കൻ ചോപ്സിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ചൂടായി വരട്ടെ, എന്നിട്ട് എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു ആദ്യം ഇട്ട സൈഡ് ഇതേമാതിരി ബ്രൗൺ കളറായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും തിരിച്ചിട്ടു നമ്മളിതിൽ. ഈ സൈഡും കൂടെ ഒന്ന് അതേപോലെ തന്നെ മുരിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അമേരിക്കൻ ചോപ്സിലേക്കുള്ള വെജിറ്റബിൾസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച കൂട്ടത്തിൽ സവാള, വെളുത്തുള്ളി, പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ട്, ഇത്രയും സാധനങ്ങൾ ഞാൻ വേറൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിരുന്നത്, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു 2 സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അധികം വഴന്നൊന്നും വരണ്ട. നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴറ്റുന്ന പോലെ വഴന്ന് വരേണ്ട ആവശ്യമില്ലാത്തതിന്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ഇടാം. പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടില്ല, അത് ഇടണം. അതുപോലെ തന്നെ ക്യാബേജ്, അങ്ങനെ എല്ലാ വെജിറ്റബിൾസും നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാം കേട്ടോ. നമ്മൾ നൂഡിൽസിലേക്കുള്ളത് ആ സമയത്ത് നമ്മൾ ഇട്ടിരുന്നല്ലോ, തിളച്ച വെള്ളത്തിൽ ഉപ്പ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഈ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. ടൊമാറ്റോ സോസും അതുപോലെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം റെഡ് ചില്ലി സോസാണ് ഒഴിക്കുന്നത്. 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. മോനെ എരിവ് വേണം, അവൻ കൂടുതൽ ഒഴിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് സോയാ സോസാണ്.
സോയ സോസ് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം, നമുക്ക് ഒരു ഭംഗിയൊക്കെ കിട്ടും സോയ സോസ് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലപോലെ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ വെള്ളമെല്ലാം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്, അപ്പോൾ ആ സമയത്താണ് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത്. നമുക്ക് ചെറിയൊരു ഗ്രേവി വേണം എന്ന് വെച്ചിട്ട് വെള്ളം ഓവറായിട്ടൊന്നും പാടില്ല. ആ എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ അളവ്. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുകി വരട്ടെ. നമ്മളപ്പോൾ ഇതിലേക്ക് സ്വല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ അജിനോമോട്ടോ ചേർക്കും. അജിനോമോട്ടോ ഞാൻ വാങ്ങിച്ചു ഉപയോഗിക്കാറുമില്ല. ഹോട്ടലുകളിൽ പോയാൽ പോലും ഞങ്ങളത് ഇടണ്ടെന്നാണ് പറയാറ്. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് മോൻ പറഞ്ഞു ഒരു പഞ്ചസാര ചേർക്കാറുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുകയാണ് ഇതിലേക്ക്, ഒരു സ്വല്പം, ഒരു 2 പിഞ്ച്. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ കുറുകിയ പാകം കണ്ടോ വെള്ളത്തിൻ്റെ, ഇത്രേ വെള്ളമേ പാടുള്ളൂ. അപ്പോൾ ആ പാകത്തിനാണ് നമ്മൾ നിർത്തുന്നത്. അപ്പോൾ നമ്മളുടെ അമേരിക്കൻ ചോപ്സിയെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ വെജിറ്റബിൾസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമേരിക്കൻ ചോപ്സി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ബുൾസൈ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വെജിറ്റബിളിന് പകരം ചിക്കൻ ഉപയോഗിച്ച് ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ ഉപയോഗിച്ച് നമുക്കിത് തയ്യാറാക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യാം.